ഡെങ്കി പുതിയതായിട്ടുള്ള രോഗമല്ല. ഡെങ്കിപ്പനി ഏതാനും കുറെ വർഷങ്ങളിലും മഴക്കാല രോഗങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇത്തവണ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് ഏരിയയിൽ നിന്നാണ്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും അനുബന്ധമായിട്ടുള്ള അടുത്തുള്ള പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും എല്ലായിടത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെങ്കി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വൈറൽ ഡിസീസാണ്, വൈറൽ അസുഖമാണ്. ഈഡീസ് എന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു കൊതുകാണ് ഇതിന് വ്യാപനം കൊണ്ടുവരുന്നത്. ഈ ഈഡീസ് കൊതുക് ഉണ്ടാവുന്നത് തന്നെ നല്ല വെള്ളത്തിൽ, അതായത് ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിലും നല്ല വെള്ളത്തിലുമാണ്. അതായത് നമ്മൾ ഓടകളോ അല്ലെങ്കിൽ അഴുക്ക് ചാലുകളിലോ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കൊതുകല്ല. നല്ല വെള്ളക്കെട്ടുകൾ എന്നൊക്കെ പറയുമ്പം അത് കൂടുതലും നമ്മുടെ വീടും പരിസരവും തോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേസ്റ്റുകളോ ടയറ് വേസ്റ്റ്, ഈവൻ ചെടിച്ചട്ടികളുടെ അടിയിൽ വെക്കുന്ന പ്ലേറ്റ്സ്, ഇത്തരം സാധനങ്ങളിൽ കൂടെയൊക്കെയാണ് ഇതിന് ചെറിയ വെള്ളക്കെട്ടുകളിൽ പോലും ഈ കൊതുക് വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളും മൈക്കിങ്ങും അതേപോലെ ബോധവൽക്കരണവും ടീം ആക്ടിവിറ്റിയും ഒക്കെ 2-3 റൗണ്ടുകളായിട്ട് നടത്തുകയും ഫോഗിങ് എന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊതുകിന്റെ അഡൽട്ട് മൊസ്കിറ്റോസിന്റെ കൺട്രോൾ എന്നുള്ള മെഷേഴ്സ് ചെയ്തിട്ടുണ്ട്. ലാർവിസൈഡിൽ സ്പ്രേയിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വേണ്ടത് പൊതുജനങ്ങൾക്കുള്ളൊരു ബോധവൽക്കരണവും കൃത്യമായിട്ട് നമ്മുടെ വീടും പരിസരവും എല്ലാം കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന പരിസരമായാലും വീടുകളായാലും സ്കൂളുകളായാലും എല്ലാ പരിസരങ്ങളും ശുചിയായിട്ട് വെക്കുക എന്നുള്ള രീതിയിലും ഇത്തരത്തിൽ ചെറുതായിട്ട് വേസ്റ്റുകൾ ലക്ഷ്യമായിട്ടിടുന്ന വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഇതിനായിട്ടൊരു സമയം കണ്ടെത്തി നമ്മൾ ഡ്രൈ ഡേ എന്നൊരു പ്രചരണം ആരോഗ്യവകുപ്പിൽ നിന്നും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു അവധി ദിവസം അല്ലെങ്കിൽ ഒരു ഒഴിവ് സമയം കണ്ടെത്തി നമ്മുടെ സ്വന്തം വീടും പരിസരവും വർക്ക് പ്ലേസിലും എല്ലാം ഇത്തരം അലക്ഷ്യമായിട്ട് ഇട്ട തരത്തിലുള്ള വേസ്റ്റുകൾ, അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയോ കൂത്താടികൾ നിലനിൽക്കാൻ രീതിയിലുള്ള തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനം എല്ലാവരും ഊർജിതപ്പെടുത്തി ചെയ്യാൻ മാത്രമേ നമുക്ക് വലിയൊരു വിപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഡെങ്കിപ്പനി വരുന്നവർക്കെല്ലാം ഉള്ള ടെസ്റ്റുകളും ചികിത്സയും എല്ലാം താലൂക്ക് ആശുപത്രി തലത്തിൽ ഇവിടെ ലഭ്യമാണ്. പക്ഷെ എങ്കിലും നമുക്ക് രോഗം വരാതെ നോക്കുക എന്നുള്ളതിന്റെ പ്രവർത്തനം ശക്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ ഈ ഒരു മഴക്കാല രോഗങ്ങൾ എന്നുള്ള രീതിയിൽ H1N1 ഇൻഫ്ലുവൻസ തരത്തിലുള്ള വൈറൽ പനികളും വ്യാപിക്കുന്ന സമയമാണ്. അപ്പം രോഗലക്ഷണങ്ങൾ കാണുന്നവർ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുകയും ആശുപത്രി പോലത്തെ സ്ഥലങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്ന മുറയ്ക്ക് സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ രോഗികളെ കാണാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആശുപത്രിയും പരിസരങ്ങളിലും വരുമ്പോഴത്തേക്കും മാസ്ക് ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും ശീലിക്കുക. പഴയ കോവിഡ് കാലത്തെ ഒരു ശീലം ഈ ഒരു മഴ സമയത്ത് ഈ ഒരു മഴക്കാല രോഗങ്ങളെ നമ്മൾ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പൊതുവെ ഇപ്പം ഷിജല്ല അതുപോലെ വയറിളക്ക രോഗങ്ങളുടെ ഒരു ആധിക്യവും കണ്ടുവരുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഭക്ഷണ പരിപാലനത്തിനുള്ള ഒരു ശുചിത്വം പാലിക്കുകയും അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഹോട്ടലുകളിലും മറ്റെല്ലാം സേഫ് കേരള ഹെൽത്തി കേരള എന്നുള്ള രീതിയിൽ ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ ഭാഗത്തു നിന്നുമുള്ള ഇൻസ്പെക്ഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി ജനങ്ങളും അതുപോലെ തന്നെ കുട്ടികളിലും എല്ലാം ഇതിന്റെ ഒരു ശുചിത്വ പാലന ശീലങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാനും കൂടി വേണം. നമുക്കറിയാം സമീപ പ്രദേശങ്ങളിലെല്ലാം ഷിജല്ല രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും പക്ഷെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ നേരിടുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള മുൻകരുതലുകളെല്ലാം കരുതേണ്ടതാണ്. അതെ, നമുക്ക് OP തിരക്ക് വൻ വർധനവാണ് വന്നിരിക്കുന്നത്. മുന്നേ തന്നെ നമുക്ക് ഏകദേശം ദിവസം 800 മുതൽ 1000 OP വന്നുകൊണ്ടിരുന്നത് ഇത് 1000 മുതൽ 1500 OP എന്നുള്ള രീതിയിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന്റെ ജനത്തിരക്ക് കൂടുതലും പനിക്കേസുകളും ഇതുമായിട്ട് തന്നെയാണ് കൂടി വന്നിരിക്കുന്നത്. അത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഏരിയ എന്ന് മാത്രമല്ല താലൂക്ക് ആശുപത്രി എന്ന നിലയ്ക്ക് ഇത് സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെയുള്ള പേഷ്യൻസിന്റെ റെഫറൽ സെന്റർ ആയതുകൊണ്ട് അതിൻ്റെതായ രോഗികളുടെ ആധിക്യം വന്നിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈവനിങ് OP എന്നുള്ളൊരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. പക്ഷെ നിലവിലുള്ള നമുക്ക് നമ്മുടെ HR റെസ്ട്രിക്ഷൻസ്, അതായത് നിലവിലുള്ള ഡോക്ടർമാരുടെ ഇതിൽ ഒരു വർധനവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ക്രമീകരിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡോക്ടർമാരുടെ തസ്തികകൾ കൂട്ടാനായിട്ട്, അതായത് ജനറൽ ഡോക്ടേഴ്സിന്റെ തസ്തികകൾ, കാഷ്വാലിറ്റി എംഒന്റെ തസ്തിക 4 എണ്ണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അതിൽ നിന്നും അത് 8 എണ്ണമാക്കി വർദ്ധിപ്പിക്കാനുള്ള പോസ്റ്റ് ഗ്രേഷൻ പ്രൊപ്പോസല് കഴിഞ്ഞ വർഷം 2 തവണയും അതിന്റെ ഒരു റിമൈൻഡർ ആയിട്ട് ഈ വർഷവും പിന്നെ ഈ കഴിഞ്ഞ മാസവുമായിട്ട് നമ്മൾ വീണ്ടും 4 തവണ പ്രപ്പോസലുകൾ കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള തസ്തികകൾ വർദ്ധിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർജന്റെ തസ്തികയും അതുപോലെ ഫിസിഷ്യന്റെ ഒരു പോസ്റ്റ് നമുക്ക് 1 വർഷമായിട്ട് പോസ്റ്റ് വേക്കന്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയെല്ലാം അറിയിപ്പുകൾ ചെയ്തിട്ടുണ്ട്. താമസിയാതെ ഫിസിഷ്യൻ പോസ്റ്റിലേക്കുള്ള പോസ്റ്റിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റ് ഡോക്ടർമാരുടെ പോസ്റ്റ് ഗ്രേഷൻ പ്രപ്പോസൽസ് ഗവൺമെന്റിൽ സബ്മിറ്റഡ് ആണ്.
പൊതുവെ അത് സമയം കാലം എടുക്കുന്നതാണ് അത് ആ തരത്തിലുള്ള പോസ്റ്റിംഗ് എല്ലാം ക്രമീകരിച്ച് വരാനായിട്ട്.